എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. ലോകത്തെല്ലായിടത്തു നിന്നുമുള്ള വാർത്തകൾ പഴയ കാലത്തെ പോലെ ട്രഡീഷണൽ മാധ്യമങ്ങളിലൂടെ, കൺവെൻഷണൽ മീഡിയയിലൂടെ മാത്രമല്ല, സമാന്തര സംവിധാനങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം വാർത്തകൾ, വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഉത്തരേന്ത്യയിലെ തെരുവീഥികളിലൊക്കെ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുന്നു. അതിനൊന്നും കണക്കില്ല. 400-500 കിലോമീറ്റർ ആളുകൾ കാൽനടയായും ഉന്തുവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്യുന്നു. ഒരു പ്രതീക്ഷയാണ്, തങ്ങളുടെ സ്വന്തം ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ സുരക്ഷിതത്വവും ഭക്ഷണവും ഒക്കെ ലഭിക്കുമെന്ന ഒരു മിഥ്യാധാരണയിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് തീരെ അടിസ്ഥാന സൗകര്യമില്ലാത്ത തങ്ങളുടെ വിദൂര ഗ്രാമങ്ങളെയാണ്. എങ്കിലും അവർ മടുപ്പില്ലാതെ യാത്ര ചെയ്യുകയാണ്. ലക്ഷ്യമേതെന്നറിയാതെ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ ഇടറുന്ന കാലടികളോടെ മനുഷ്യവർഗം യാത്ര ചെയ്യുന്നു. ലോകത്തെ എല്ലാ ക്ലേശം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും മാധ്യസ്ഥതയോടുകൂടെ പ്രാർത്ഥനകളെ നമുക്ക് അർപ്പിക്കാം. ഇന്ന് അല്പസമയം ചിന്തിപ്പാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ നിന്നൊരു മെസ്സേജ് 12 വർഷം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു. അത് കേട്ട ഒരാള് എൻ്റെ ഒരു പാസ്റ്റർ സുഹൃത്തിനോട് ആ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 12 വർഷവും അദ്ദേഹം സ്ഥിരമായിട്ട് എന്നോട് ഈ പ്രസംഗം ഒരിക്കൽ കൂടെ പറയണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ അത്ര വലിയ സംഭവം ഒന്നുമില്ല, മറ്റേ ആൾക്ക് കേട്ട ആൾക്ക് എന്തോ തോന്നി. പക്ഷേ ഇന്നലെയും അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം ഷീ സ്റ്റിൽ എ പെന്റക്കോസ്റ്റൽ പാസ്റ്റർ. ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാസ്റ്ററെ, ഞാൻ എത്രയോ നാളായി ചോദിക്കുന്നു, ആ പ്രസംഗം ഒന്നുകൂടെ പറയാമോ? ആക്ച്വലി ഈ യെശയ്യാ പ്രവചനം 59-ൽ നിന്ന് 12 വർഷം മുമ്പ് ഞാനൊരു മെസ്സേജ് പറഞ്ഞു. അത് 12 വർഷം കഴിഞ്ഞിട്ടും കേൾക്കാത്ത ഒരാൾ ഇപ്പോഴും അത് കേൾക്കണമെന്ന്. അപ്പം ഇന്നത് പറയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആ പ്രശ്നം തീരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ യെശയ്യാ പ്രവചനം, ദാറ്റ് ഇസ് സിമ്പിൾ, ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് യെശയ്യാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ഇതാണ് വാക്യം. അണലിമുട്ടയ്ക്ക് അടയിരിക്കുന്നവർ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം ഈ പാമ്പ് വർഗത്തിൽ പ്രസവിക്കുന്ന ഒരു പാമ്പാണ് അണലി. അപ്പം അണലിക്ക് മുട്ടയില്ലെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അണലി പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മലയാളം ബൈബിള് തർജ്ജിമ ചെയ്തിരിക്കുന്ന ആളുകൾ ഭയങ്കര ശ്രേഷ്ഠമായ തർജ്ജിമയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അണലി മുട്ട എന്നൊക്കെ. സർപ്പമുട്ട എന്നോ പാമ്പ് മുട്ടയെന്നോ എഴുതിയിരുന്നേ മതിയായിരുന്നു. കൃത്യം എഴുതി വെച്ചിരിക്കുന്ന അണലി മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. ആരെങ്കിലും പുറത്തുള്ളവർ കേട്ടാൽ കുറയ്ക്കും. പക്ഷെ തിരുവെഴുത്താൻ വളരെ വിശുദ്ധമായിട്ട് സൂക്ഷിച്ചോണം. ഇതൊക്കെ മാനുഷികമായ തെറ്റുകളാണ്. അപ്പം മാനുഷികമായ ധാരാളം തെറ്റുകൾ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് തർജ്ജിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അണലിമുട്ട എന്ന് ഞാൻ തുടർന്ന് അടുത്ത ചില നിമിഷങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന പോലെ പറയത്തുള്ളൂ. എനിക്കങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അപ്പം അണലിമുട്ട എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ അതൊരു പാമ്പ് മുട്ട എന്ന് ഗ്രഹിക്കണമെന്ന് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ഞാൻ പിന്നെയും പറയുന്നത് അണലി മുട്ട ഇടത്തില്ല, അണലി പ്രസവിക്കുകയാണ്. അതെനിക്കറിയാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തൊട്ട് എനിക്കിങ്ങനെ മെസ്സേജ് വരും, പാസ്റ്റർ ഡു യു നോ അണലി പ്രസവിക്കത്തില്ല ഇങ്ങനെ. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ടു എഡ്യൂക്കേറ്റ് മീ, കൈൻഡ്ലി റിഫ്രൈൻ ഫ്രം ദാറ്റ്. എനിക്കറിയാം അണലി പ്രസവിക്കാമെന്ന്. പക്ഷേ നമ്മുടെ ബൈബിളിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ അങ്ങനെ അണലിന്ന് കാണുന്നുണ്ട്, അത് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട, അണലി പ്രസവിക്കാമെന്ന് എനിക്കറിയാം.
എങ്കിലും ഈ മെസ്സേജ് തീരുന്നവരെ അണലിമുട്ട എന്ന് പറയും. കേൾവിക്കാരായ നിങ്ങൾ സദയം ക്ഷമിക്കുക. അത് അണലിമുട്ട എന്ന് പറയുന്നെങ്കിലും പാമ്പും മുട്ട എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മൾ തുടങ്ങുകയാണ്. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കാം. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആരാണ്? ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജനം. ദൈവം പറയുകയാണ്, എന്താണ് നമ്മുടെ അനുദിന ജോലി? ദിവസം തോറും ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ റൂഹ പറയുന്നു. ഇനിയിപ്പോ നമ്മളൊരു കാര്യം, ഈ ദൃശ്യമായ ലോകം ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന ലോകം, ഇതിനെല്ലാം ഒരു ആത്മീയ അർത്ഥമുണ്ട്. നമ്മൾ എന്തെല്ലാം കാണുന്നോ അതിന്റെ എല്ലാം പുറകിൽ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളുണ്ട്. നമ്മളൊന്നും ചുമ്മാ കാണുന്നില്ല. ദിസ് ഈസ് ദ നേച്ചർ ഈസ് അവർ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ പണ്ട് ഒരിക്കൽ കുറച്ച് വർഷം മുമ്പ് പറഞ്ഞു, പ്രപഞ്ചം, പ്രകൃതി, ഇതാണ് നമ്മുടെ പ്രാഥമിക പാഠപുസ്തകം ദൈവത്തെ സംബന്ധിച്ച്. അന്ന് പെന്തക്കോസ്തുകാർ കുറെ പേര് ഇളകി. ബിനു ഡേവിഡ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് മെയിനായിട്ട് മുമ്പിൽ നിന്ന്. അവരെല്ലാം കൂടെ ബഹളം വെച്ച് അവസാനം അവര് ദയനീയമായി പരാജയപ്പെട്ടു പോയി. ഞാൻ എൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക പാഠപുസ്തകം പ്രപഞ്ചമാണ്, പ്രകൃതിയാണ്. The universe, that is our first book. This nature, that is our second book. തേർഡ് ബുക്കോ ഫോർത്ത് ബുക്കോ ഒക്കെയാണ് ബൈബിള്. വലിയ ബഹളമായിരുന്നു. ഈ പ്രപഞ്ചം അപ്പം തർക്കം മൂത്ത് അവസാനം അവർ സമ്മതിച്ചു, ദൈവത്തെക്കുറിച്ച് നമുക്ക് പ്രപഞ്ചം പല കാര്യം. കാരണം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, ഭൂതലത്തിൽ എല്ലായിടത്തും അതിന്റെ അളവ് നൂൽ ചെന്നെത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മൗനമായി നമ്മോട് ആകാശം സംസാരിക്കുന്നു. പല കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇവർ എഗ്രി ചെയ്തു. അവരൊരു തിയോളജിക്കൽ ടൈമൊക്കെ ജനറൽ റെവലേഷനാണ്, ഓക്കെ, എഗ്രി. അവസാനം അവർ പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള അറിവ്, വെളിപ്പാട് നമുക്ക് കൊണ്ട് തരുന്നത് ബൈബിളാണ്. ക്രിസ്തുവിലേക്ക് ഒരിക്കലും നമുക്ക് പ്രപഞ്ചം നമ്മളെ നയിക്കത്തില്ല, പ്രകൃതി നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കത്തില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ചൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ ഞാൻ അവിടെ ഒത്തുതീർപ്പിന് തയ്യാറല്ല. അപ്പം ഞാൻ അവിടെ കൊണ്ട് എഴുതി വെച്ചു, ക്രിസ്തു ജനിച്ചപ്പം ഈ ജ്ഞാനികളായ കിഴക്ക് നിന്നുള്ള ആ വിദ്വാൻമാരെ ക്രിസ്തുവിലേക്ക് നയിച്ച നക്ഷത്രമാണ്, ബൈബിളൊന്നുമല്ല, പുസ്തകമൊന്നുമല്ല. അപ്പം പ്രപഞ്ചത്തിൽ നോക്കി പ്രകൃതിയാണ് അവരെ എന്ത് ചെയ്തത്, ക്രിസ്തുവിലേക്ക് നയിച്ചു പറഞ്ഞു. അതോടുകൂടി അവന്മാര് ഈ കണ്ടം വഴി ഓടുക എന്നുള്ള പ്രയോഗം വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പം അതിനു മുമ്പേ അവർ കണ്ടം വഴി ഓടി. ഞാനതൊരു സില്ലിയായിട്ട് എടുത്ത് അതുകൊണ്ട് അങ്ങനെ എഴുതി. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഈ പ്രകൃതി, നിങ്ങൾ വെറുതെ നടക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ തിയോളജി പ്രകൃതിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ദൈവസ്വരം കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ ചുറ്റും നോക്കുമ്പോഴും ഞാൻ കേൾക്കുന്നതും കാണുന്നതും എല്ലാത്തിൽ നിന്നും ഒരു ആത്മീക അർത്ഥം എൻ്റെ ഹൃദയത്തിൽ ദൈവകൃപ പ്രതിഫലിപ്പിക്കും, പ്രകാശിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു വണ്ടി പോകുന്ന കണ്ടാലും, ഒരു ചെടി അനങ്ങുന്ന കണ്ടാലും, ഒരു കിളി പറന്നു പോകുന്ന കണ്ടാലും ഒക്കെ അതിൽ നിന്ന് നമുക്കൊരു ആത്മീക ചിന്തയുണ്ടാകും. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ എന്തെല്ലാം കാണുന്നോ അതെല്ലാം നിങ്ങളോട് മൗനമായി ചില ആത്മീക സത്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് വന്നു കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുവിൻ, ആകാശം ചുവന്ന് കാണുന്നുണ്ടല്ലോ, കിഴക്കൻ കാറ്റടിക്കുന്ന കണ്ടോ, നിങ്ങൾ ഈ താഴ്വരയിലേക്ക് നോക്കുവിൻ, ഈ താമരയെ നോക്കുവിൻ, ഈ പക്ഷികളെ നോക്കുവിൻ, ആകാശത്തിലെ കുരുവികളെ നോക്കുവിൻ, കാക്കകളെ നോക്കുവിൻ, വയലിനെ നോക്കുവിൻ, വയലിലെ പൂവിനെ നോക്കുവിൻ. ഇങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചത്. ദ നേച്ചർ ഈസ് ദ ടെക്സ്റ്റ് ബുക്ക്.
നമ്മുടെ ഈ നേച്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ചുറ്റും നോക്കുമ്പം ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നോക്കണം. അപ്പം ആ ഈ പ്രകൃതി മുഴുവൻ നിങ്ങളോട് സംസാരിക്കും. അത് ചുമ്മാ നിശബ്ദമായിട്ടിരിക്കുകയല്ല. അപ്പം അതുകൊണ്ട് ഇതിനകത്തെല്ലാം നമുക്ക് ഓരോന്ന് പഠിക്കുവാനുണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ പറയാണ്, 8 കാലി വല നെയ്യുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ 8 കാലി വല നെയ്യുന്നേ? നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? പ്രായമുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറുപ്പക്കാരും കണ്ടിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു 8 കാലി വല നെയ്യുന്ന കാണണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് 8 കാലി വല നെയ്യുന്നു. എൻ്റെ കുഞ്ഞിലെയാണ് ഞാനത് കണ്ടത്. കാരണം ഇന്നത്തെ വീടുകളൊക്കെ വളരെ ക്ലീൻ ഹൗസുകളാണ്. അവിടെയെങ്ങും 8 കാലിയില്ല. ഈ അമേരിക്കയിലെ വീടുകളൊക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ വീടുകളൊക്കെ അങ്ങനെയാണ്. അമേരിക്കയിലെ വീടുകളൊക്കെ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനാണ്. ഒരു ചെറിയ ഉറുമ്പിനെ പോലും അവിടെ കാണത്തില്ല. PS തോമസ് എന്ന നമ്മുടെ ബ്രദർ ആൻഡ് സഹോദരൻ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, അമേരിക്കയിലൊന്നും കീടമില്ല, ഈച്ചയില്ല, പൂച്ചയില്ല അവിടെയൊക്കെ. ഞാൻ പറഞ്ഞു ശരിയാണ്, ഇവിടെയൊന്നും ഇല്ല. കാരണം എന്താ? ഇവിടെ ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ് ഒരു പരിപാടിയാണ്. അവർക്ക് നമ്മൾ മാസം തോറും പൈസ കൊടുക്കും, ബാങ്കിൽ നിന്ന് പൈസ പോകും. അപ്പോൾ അവരെല്ലാ മാസവും വിത്തൗട്ട് എനി ഫെയിൽ അവർ ഈ വീടിന് പുറത്തും അകത്തും എല്ലാം ട്രീറ്റ്മെൻറ്റ്, പലതരം കെമിക്കൽസ് അടിച്ചു വെക്കും. അതുകൊണ്ട് ചെറിയൊരു കീടം പോലും ഇവിടെ കാണത്തില്ല. ഒരു കീടം കാണത്തില്ല. ഒരു പാറ്റയോ ഒരു പല്ലിയോ ഒന്നും കാണത്തില്ല. എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്തിട്ടില്ല. പെസ്റ്റ് കൺട്രോൾ ഇല്ല. അപ്പം എന്നോട് ഇവിടെ അപ്പുറത്തെ വീട്ടിൽ, അപ്പം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരുത്തം വന്നിച്ച് പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും പെസ്റ്റ് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് നീ എനിക്ക് 4-1 പൈസ തന്നാൽ മതി, നിന്റെ വീട് ഞാൻ ചെയ്യാം. അതിൻ്റെ കാരണം എന്നാ? കാരണം നിന്റെ വീട്ടിൽ ഈ ഈച്ചയൊക്കെ ഇരുന്ന് ഇത് അങ്ങോട്ട് ചെല്ലും. അപ്പം എനിക്ക് പണി കൂടും. പിന്നെ അത് തന്നെ, ഞാൻ എന്നാണല്ലോ ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്. അപ്പം അവരൊന്നും അറിയണ്ട, നിനക്ക് പകുതി പൈസയ്ക്കോ 4-1 പൈസയ്ക്കൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കാശ് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. കാരണം എനിക്കിവിടെ 2 ഈച്ചയൊക്കെ ഇരിക്കുന്ന ഇഷ്ടം. 2 ഈച്ചയൊക്കെ ഇവിടെ ഇരുന്നോട്ട്. നമ്മുടെ വീട് മുഴുവൻ കെമിക്കൽ കൊണ്ട് നിറയ്ക്കുക. എന്നിട്ട് അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ താമസിക്കുന്നത് വെറും സാധാരണ കുഞ്ഞു വീട്ടിൽ. അപ്പം അതിനകത്ത് ഞാനൊക്കെ എത്ര ഷഡ്പഥങ്ങളുടെ കൂടെ താമസിച്ചെന്നറിയാം. അപ്പം ഞാൻ എൻ്റെ പിള്ളേരോട് പറയും, ഞാനൊക്കെ താമസിച്ചിടത്ത് ഞാൻ എണ്ണി നോക്കി ഏകദേശം 43 ഇനം, അതിൽ കൂടുതൽ കാണും. എൻ്റെ ഓർമ്മയിൽ ഒരു 43 ഇനം കീടങ്ങൾ ഞങ്ങളുടെ വീടിനകത്തും വീടിന് ചുറ്റുമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ, ധാരാളമായിട്ട്, സജീവമായിട്ട്. അവയോടൊക്കെ ഇണങ്ങിച്ചേർന്നാണ് ജീവിച്ചിരുന്നത്. 43 ഇനം സാധനങ്ങൾ. ഒരു പെസ്റ്റ് കൺട്രോളും ഇല്ല. ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം പനിയായിട്ട് കിടക്കുമ്പം, കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ പനിയായിട്ട് കിടക്കുമ്പം, ഒരു 8 കാലി എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നിരുന്നിട്ട് ഈ വല കെട്ടാൻ തുടങ്ങി. അപ്പോൾ പനി പിടിച്ച് കട്ടിലേ കിടക്കുക. അന്ന് TV ഇല്ല, മൊബൈൽ ഫോണില്ല, വീഡിയോ ഗെയിം ഇല്ല, ഒന്നുമില്ല. വിനോദത്തിന് നമുക്ക് നോക്കാനൊന്നുമില്ല. അപ്പം പിന്നെ എനിക്ക് നോക്കാനുള്ളത് 8 കാലി മാത്രം. അപ്പം ഞാനത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം 8 കാലി വല കിട്ടുന്ന മുഴുവൻ ഞാൻ കണ്ടു. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഡിസ്കവറി ചാനലിലൊക്കെ പിള്ളേരും കണ്ടിട്ടുണ്ടെങ്കിലും, കാരണം ഇന്നിപ്പോൾ 8 കാലി മിക്ക വീടുകളിലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം മിക്ക വീടുകളും ആധുനിക വീടുകളായിട്ട് വളരെ ക്ലീനാണ്. ഈ പ്രത്യേകിച്ച് ഓടും ഒന്നുമില്ല, വാർക്ക വീടുകളാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂത്തും തുടച്ചും കെമിക്കൽ അടിച്ചും ഒക്കെ കളയും. ഇനി അഥവാ ഇനി ഒരു 8 കാലി ഇരുന്ന് വല കിട്ടുന്നുണ്ടെങ്കിലും ഈ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണ് പറിച്ച് അതേ നോക്കാൻ നേരമില്ല ആർക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞ, പുതിയ തലമുറയിലുള്ളവരാരും തന്നെ ഈ 8 കാലി വല കിട്ടുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പഴയ തലമുറയിലുള്ളവരോട് പറയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ 8 കാലി വല കിട്ടുന്നത് എങ്ങനെയാന്ന്? 8 കാലി വല കിട്ടുന്നത് ശൂന്യതയിൽ നിന്നാണ്. ഇവിടെ ഇങ്ങനെ ഈ ഭിത്തിയാൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തെ ഭിത്തിയിലോട്ട് ഒരൊറ്റ ചാട്ടമാണ് ഈ 8 കാലി. ആ ഒരു ചാട്ടത്തിൽ ഇങ്ങനെ ഒരു നൂല്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. പിന്നെ ഇങ്ങനെ 3-4 ചാട്ടം ചാടി ആദ്യം ബേസിക് ആയിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ ആ ലൈൻ വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 ഉണ്ട്. വളരെ നേരം എടുക്കുന്ന പരിപാടിയാണ് 8 കാലി വല. നിങ്ങൾക്കറിയാം ഈ 8 കാലി വലയുടെ ഒരു ഉപയോഗം എന്താന്ന്?
എട്ടുകാലി വല കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. പട്ടുനൂൽ പുഴു എന്ന് കേട്ടോ. പട്ടുനൂൽ പുഴു, ഈ പട്ടുനൂൽ എന്ന് പറഞ്ഞാൽ ഒരു പുഴു ഉണ്ടാക്കുന്ന നൂല്, അതിൽ നിന്നാണ് ഈ പട്ടു വസ്ത്രങ്ങൾ, അതായത് സിൽക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ എട്ടുകാലി വല ശേഖരിച്ചിട്ട് എട്ടുകാലി വലയിൽ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? നമുക്ക് വെടികൊള്ളാതിരിക്കാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന അത്ര സ്ട്രോങ് സാധനം ഈ എട്ടുകാലി വലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എട്ടുകാലി വല നെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ചുമ്മാ ആദ്യം ഒന്നും ഇല്ലെന്ന്, അവിടെ ഒന്നുമില്ല. ഇനി എട്ടുകാലി ഇങ്ങനെ വന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു, പിന്നെ ഒന്ന് ചാടി, പിന്നെ ഒന്ന്. ഇപ്പം നമ്മൾ ഈ എട്ടുകാലി വല നെയ്യുന്നത് കാണിച്ചിട്ട് പാമ്പ് അടയിരിക്കുക മുട്ടയ്ക്ക്, ഒരു 10-20 മുട്ടയും വെച്ചുകൊണ്ട് ഈ പാമ്പ് ഇങ്ങനെ കയറി ഇരിക്കും. ഇത് നമുക്ക് 2 പിക്ചർ കാണിച്ചിട്ട് പറയുകയാണ്, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. ദാറ്റ് ഈസ് യുവർ കംപ്ലൈന്റ്. എന്തുകൊണ്ട്? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരണം. നമ്മൾ ഇച്ഛിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ദൈവത്തോട് പിറുപിറുപ്പ്, നീരസം, ദൈവത്തോട് പിണക്കം, പിന്നെ ദൈവം ഉണ്ടോ എന്ന് സംശയം, പിന്നെ ദൈവം ഇല്ലെന്ന് നിഗമനം, ഇങ്ങനെയൊക്കെ പോവുക. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല. യെശയ്യാ പ്രവചനം 59 അധ്യായം തുടങ്ങുന്ന, രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്ത വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. എന്നിട്ട് ലിസ്റ്റ് ഓഫ് സിൻസ് പറയാണ്, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിക്കുന്നു, ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിക്കുന്നു, നീതികേടിനെ പ്രസവിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത്, അവർ അണലി മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്നു, അവർ ചിലന്തി വല നെയ്യുന്നു. God is more concerned about your thought life. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിൽ പറഞ്ഞു, നമ്മുടെ ചിന്തകൾ നമ്മളെ സംബന്ധിച്ച് വെറും ചിന്തകൾ മാത്രമാണ്, എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. കാരണം ദൈവം ആത്മാവാകുന്നു. നിങ്ങൾ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് പക വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കോടതിയിലും കേസില്ല, ഒരു പോലീസ് സ്റ്റേഷനിലും കേസില്ല. നിങ്ങളിപ്പോൾ ഒരാളെ കുത്തിക്കൊല്ലാൻ ആഗ്രഹിച്ചു, മനസ്സിൽ ധ്യാനിച്ചു, പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റത്തില്ല, അവരെടുക്കത്തുമില്ല, കോടതിയിൽ കേസില്ല. പക്ഷേ സ്പിരിച്വലി ടോക്കിംഗ് യു ആർ എ മർഡറർ. കാരണം സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. തിരുവെഴുത്ത് പറയുക. കാരണം എന്താണ്? നമ്മുടെ ചിന്താ ജീവിതം ദൈവരാജ്യ സംബന്ധമായി യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആരാണ് എന്ന് ഈ ലോകം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് എന്താണ്, നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ എടുപ്പ് എന്താണ്, നിങ്ങളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്. ഇന്നലെ ഒരാൾ എഴുതി, ഒരു വ്യാജ ഐ ഡി പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ES തോമസിന്റെ ലൈവിന്റെ കീഴെ കൊണ്ട് കുറെ ചീത്ത എഴുതി, എന്നെ പറ്റി കുറെ ചീത്ത എഴുതി. അപ്പൊ അതിനകത്ത് എന്നെ കണ്ടാൽ ഭവനരഹിതനെ പോലെ ഇരിക്കുന്നു, ഹോംലെസ്സിനെ പോലെ ഇരിക്കുന്നു പറഞ്ഞ് ചീത്ത. ഒരു വ്യാജ ഐഡിയ. നമ്മൾ പുറമേ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പം എന്തോ ചെയ്യുന്നു, ഒരു ഭവനമുള്ള ആളുടെ ഷേപ്പ് ആക്കാൻ വേണ്ടി. ഇപ്പം എൻ്റെ ഭാര്യ എന്നോട് രാവിലെ പറഞ്ഞു, പിന്നെ പോലെ ഭവനരഹിതനാണ്, ഹോംലെസ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്, ഹോം ഉള്ള ഒരാളാണെന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പം എനിക്കൊരു ഹോം ഉണ്ടെന്ന് നെറ്റിയിൽ എഴുതി വെക്കാൻ പോവാം. ഇപ്പം ഞാനീ പറഞ്ഞ്, നമ്മൾ മനുഷ്യൻ പുറമേ ഉള്ള നോക്കുന്നത്. ഇപ്പം ദൈവം നോക്കുന്നത് നീ എന്ത് ചിന്തിക്കുന്നോ അതാണ് നീ. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ പുറമേ ഒരാൾ നോക്കുമ്പോൾ നീ ഒരു പള്ളിയിൽ അച്ഛനായിരിക്കും, തൊപ്പിയൊക്കെ വെച്ച് കുപ്പായൊക്കെ ഇട്ട്. അപ്പോൾ ആള് ഒരച്ഛൻ വരും. അല്ലെ ഒരു വക്കീലായിരിക്കും, കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ. നമുക്കൊരു വക്കീൽ വരും. അല്ലെ ഒരു പോലീസുകാരൻ, കാക്കി ഉടുപ്പും എല്ലാം ഇട്ട് ഒരു പോലീസുകാരൻ.
അപ്പൊ ഒരു പോലീസുകാരനെ നിൽക്കുന്നെങ്കിൽ അവൻ നീതിബോധത്തോടെ, ധാർമ്മികതയോടെ, നിയമം നടത്തണം എന്നുള്ള ശുഷ്കാന്തിയോടെ, ഉത്തരവാദിത്വത്തോടെ, അച്ചടക്കത്തോടെ, കൃത്യനിഷ്ഠയോടെ സമൂഹത്തെ സേവിക്കുവാൻ ഇറങ്ങി നിൽക്കുമ്പോൾ അവൻ പോലീസുകാരനാണ്. പക്ഷെ അവന്റെ ഹൃദയത്തിൽ എങ്ങനെ പണമുണ്ടാക്കണം, വഞ്ചന, കൈക്കൂലി, ചതി, ഒറ്റിക്കൊടുപ്പ്, സ്വജനപക്ഷപാതം, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് തിരുമ്മൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ കൂടെ പോകുന്നെങ്കിൽ അവൻ ഒരു നീചൻ, നികൃഷ്ടൻ, രാജ്യദ്രോഹി. പുറമേ നോക്കുമ്പോൾ അവൻ പോലീസുകാരനാണ്, പക്ഷെ സ്പിരിച്വലി ടോക്കിംഗ് അവൻ ആരാണ്? രാജ്യദ്രോഹിയാണ്. അപ്പൊ ഇതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് ശമൂവേലിനോട് പറഞ്ഞത്, മനുഷ്യൻ പുറമേ ഉള്ള നോക്കുന്നേ, ഞാൻ അകത്താ നോക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ആരാ. ലോകം ഒരുപക്ഷെ നീ ഒരു പാസ്റ്ററാണെന്നാ പറയുന്നത്, പക്ഷെ നീ പാസ്റ്ററാണോ പിമ്പാണോ എന്ന് നിന്റെ അകത്ത് നോക്കിയാണ്. സ്വയം നോക്കണം, ആരാണ്. അത് ദൈവവും നീയും മാത്രം അറിയുന്ന കാര്യം, വേറെ ആർക്കും അറിയത്തില്ല. നമ്മളിപ്പോ ആരാണെന്നുള്ളത് നമുക്കറിയാം, ദൈവത്തിനും അറിയാം. കാരണം അകത്തേത് സിനിമയ ഓടുന്നേ, അകത്തേത് സിനിമയ ഓടുന്നെന്ന് ചോദിച്ചാല് പുറത്ത് വെച്ചിരിക്കുന്ന സിനിമയുടെ ഭക്ത കുചേല എന്നാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ അകത്ത് നീലച്ചിത്ര ഓടുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഇന്നടുത്ത് ഇന്ന തിയേറ്ററില് അത് അങ്ങനത്തെ സിനിമ ഓടുന്ന ചില തിയേറ്ററുകളുണ്ട്. ആ തിയേറ്ററുകളിലൊക്കെ മിക്കവാറും ഭക്ത സിനിമകളോ പുറത്ത് ഇങ്ങനെ ശ്രീകൃഷ്ണനൊക്കെ നിൽക്കുന്നത്. സ്ഥിരം കാണാൻ പോകുന്നവർക്കറിയാം. അപ്പൊ അകത്തോടുന്ന സിനിമ ഏതാന്നുള്ളതാണ് വിഷയം, പുറത്ത് വെച്ചിരിക്കുന്ന പോസ്റ്റർ ഏതാന്നുള്ളതല്ല. നീ പുറത്ത് വെച്ചിരിക്കുന്ന പോസ്റ്റർ ഏതാ? ദൈവം തമ്പുരാന് അകത്തോടുന്ന സിനിമ ഏതാന്ന്, ഞാൻ തിയേറ്ററിന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമല്ല. അപ്പൊ നിങ്ങളുടെ അകത്തോടുന്ന സിനിമയാണ് യഥാർത്ഥ സിനിമ. ഇതാണ് ദൈവം തമ്പുരാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അകത്ത് എന്ത് ചിന്തിക്കുന്നു അതാണ് നീ. ഒരാൾ എന്താണോ എന്നറിയണമെങ്കിൽ അവൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്ന ഏവനും അവളോട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അന്യന്റെ വസ്തുക്കളെ മോഹിക്കുന്ന നീ മോഷ്ടാവാണ്, നിനക്കത് എടുക്കാൻ തരപ്പെട്ടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു നാളും പാപത്തെ അറിയുകയില്ലായിരുന്നു. കാരണം 9 കൽപ്പനയ്ക്ക് പച്ചമഷിക്ക് ശരി മേടിച്ച് നിൽക്കുന്ന പൗലൂസ് 10ാം കൽപ്പനയിൽ ചുവന്ന മഷിക്ക് ഇൻഡു മേടിച്ചു. 10 കൽപ്പന വായിക്കുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഞാൻ വേറൊരു ദൈവത്തെ ആരാധിച്ചിട്ടില്ല, സേവിച്ചിട്ടില്ല, സ്തുതിച്ചിട്ടില്ല, വണങ്ങിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. മേലിൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിന്റെ സാദൃശ്യമോ സ്വരൂപമോ പ്രതിമയോ ഒന്നും ഉണ്ടാക്കി ഞാൻ വണങ്ങിയിട്ടില്ല. ഒരു വിഗ്രഹാരാധന ചെയ്തിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ വൃഥാ എടുക്കരുത്. ഇല്ല, ഞാൻ എടുക്കത്തില്ല, എടുത്തിട്ടുമില്ല. ശബത്തിനെ ബഹുമാനിക്കണം, ബഹുമാനിച്ചിരിക്കുന്നു. എല്ലാ ശനിയാഴ്ച ഞാൻ കാല് മടക്കി വീട്ടിയിരുന്നു. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം, ബഹുമാനിച്ചേ. മരണം വരെ ഞാൻ അവരെ നോക്കി. കൊല ചെയ്യരുത്, ചെയ്തിട്ടില്ല. വ്യഭിചാരം ചെയ്യരുത്, ചെയ്തിട്ടില്ലെന്ന്. മോഷണം ചെയ്യരുത്, ഇല്ലെന്ന്. കള്ളസാക്ഷ്യം പറയരുത്, പറഞ്ഞിട്ടില്ലെന്ന്. കണ്ടോ, ശരികൾ കൂന കൂടുക. പച്ച മഷി കൊണ്ട് ശരിയാണ് 1, 2, 3, 4, 5, 6 ഇങ്ങനെ. ഈ ശരിയെല്ലാം മേടിച്ച് പൗലോസ്ലീഹ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനത്തെ കൽപ്പന, മോഹിക്കരുത്. ചുവന്ന മഷിക്കൊരു ഇൻറ്റു. പൗലോസ്ലീഹ റോമാലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, മോഹിക്കരുതെന്നുള്ള ആ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് 100 മാർക്ക് കിട്ടിയാൽ. ഒരൊറ്റ കൽപ്പനയിലെല്ലാം പോയി. സത്യത്തിൽ ഞാനായിരുന്നു ദൈവം തമ്പുരാനെങ്കിൽ ആ കൽപ്പന ആദ്യം കൊടുത്തേനെ. ആദ്യം കൊടുക്കേണ്ട കൽപ്പനയാണ്. എന്നാ പിന്നെ ആരും താഴത്തെ 9 കൽപ്പന വായിക്കല്ലോ. 1ാമത്തെ ടെസ്റ്റിന് തന്നെ പൊളിഞ്ഞു പോകും. ഇത് പാമ്പും കോണിയും കളിക്കുന്ന പോലെയാ. കയറി 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 വന്ന് 99ാമത്തെ കളത്തിലുണ്ടല്ലോ ഈ സാധനം ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നു. നമ്മൾ 2ാമത്തെ കളത്തിൽ. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ പാമ്പും കോണി? നിങ്ങളൊന്നും കളിച്ചിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഫാമിലെയും കാൻഡി ക്രഷും അങ്ങനെ എന്നൊക്കെ സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഇന്നു വരെ ഒരു വീഡിയോ ഗെയിമും കളിച്ചിട്ടില്ല കേട്ടോ. ദൈവം തമ്പുരാനെ, എനിക്കറിയത്തുമില്ല, ഒരു പരിചയമില്ല. നമ്മുടെ സൂം ആപ്പിനകത്ത് ഒരു അച്ചാനുണ്ട്, ദാനിയൽ അച്ചായൻ. അച്ചായൻ ഇങ്ങനെ ഫാമില്ല എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കും. ഇടയ്ക്ക് പശുവിനെ തീറ്റാൻ പോണു, പന്നിക്ക് വെള്ളം കൊടുക്കാൻ ഇങ്ങനെ പോകുന്നതാണ്. അവിടെ സൂമാപ്പിലിരുന്ന് പറഞ്ഞപ്പം എല്ലാവരും ഓർത്ത് നേരിട്ട് അവിടെ ഫാം ഉണ്ടെന്ന് ഓർത്ത്. പിന്നെ മനസ്സിലായത് ഗെയിമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ജസ്ലിൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ, നമ്മുടെ ഗ്ലോറിയസ് കോസ്മലിന്റെ, അവന് ഭ്രാന്താണ്. അവൻ ഈ ഗെയിം എന്ന് പറഞ്ഞ
ഫുൾ ടൈം ഏതാണ്ടെല്ലാം ഡൗൺലോഡ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് സംസാരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാലേ പുള്ളി നോർമൽ ആവത്തുള്ളൂ. ഈ ഇതിനകത്തെ കഥാപാത്രമായിട്ട് നിൽക്കുകയാണ്. വെടിവെക്കുവോ ബോംബിടുവോ ശത്രു രാജ്യത്തിന്റെ ചോർത്തുമൊക്കെ എന്നാ പറയുന്നത്. അപ്പം അങ്ങനെ മനുഷ്യരെ മാനസിക രോഗികളാക്കുന്ന ഗെയിമുകളാണ്. അപ്പം ഞാൻ ഈ പാമ്പും കോണിയും ഒക്കെ പണ്ട് കളിക്കുമായിരുന്നു. ഈ ഒരു കാർഡ് വെച്ചിട്ട് പാമ്പും കോണിയും കളിച്ച് നമ്മൾ കയറി ഈ 99-ാമത്തെ കളത്തേലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഡുമ്മെന്ന് എന്ത് ചെയ്യും, 1-ാമത്തെ കളത്തെ വന്ന് നിൽക്കും. എന്ന് പറഞ്ഞതുപോലെ 9 കൽപ്പന വായിച്ച് നല്ല ശരിയെല്ലാം മേടിച്ച് നിൽക്കുന്ന പരീശനാണ്. പരീശൻ പൗലൂസ് എന്ന പരീശൻ പറയുകയാണ്, റോമാക്കാരോട് പറയുക, എൻ്റെ റോമാക്കാരെ, ഈ തമ്പുരാന്റെ കൽപ്പനയിൽ മോഹിക്കരുതെന്ന് ആ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് പാസ്സായി റൂക്കുദിശായുടെ ഇടത്തുവശത്ത് കയറി ഞാൻ ഇരുന്നേനെ. പക്ഷെ പറ്റിയില്ല. മോഹിക്കരുത്. അപ്പൊ ഇതാണ് ഹൃദയത്തെ കർത്താവ് നോക്കുന്നു. അപ്പൊ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നടക്കുന്നത് എന്താണെന്ന് പറയുകയാണ്, നീ അണലി മുട്ടയ്ക്ക് അടയിരിക്കുകയാണ്, പാമ്പിൻ മുട്ടയ്ക്ക് അടയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പകയുടെ ചിന്ത, വെറുപ്പിന്റെ ചിന്ത, വിദ്വേഷത്തിന്റെ ചിന്ത, അതോ മുട്ടയാണ്. ഒരാളോട് നിനക്കൊരു പക തോന്നി, ഒരാളോട് നിനക്കൊരു വെറുപ്പ് തോന്നി. അപ്പൊ നിനക്കൊരു വെറുപ്പ് വരുമ്പോഴേ സാത്താൻ നിന്റെ ഹൃദയത്തിൽ ഒരു മുട്ട വെക്കുകയാണ്, ഒരു വെറുപ്പിന്റെ മുട്ട. ഒരാളുടെ ഒരു പിണക്കം വരുമ്പം അടുത്ത മുട്ട, ഒരു നീരസം, ഒരു വൈരാഗ്യം, ഒരു വിശേഷിപ്പ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവ് ആകുന്ന ആളുകൾക്ക് ദിവസവും 10-നും 20-നും ഇടയ്ക്ക് മുട്ട കിട്ടും, ഹൃദയത്തിലോട്ട് വെക്കും, അതവിടെ ഇരിക്കും. നീ ഒരു സർപ്പമായി ആ മുട്ടയെ ചുറ്റി വരിഞ്ഞ് ആ മുട്ടയ്ക്ക് ചൂട് കൊടുത്തോണ്ടിരിക്കും. എന്തുകൊണ്ടാ കോഴിമുട്ട എന്ന് പറയാഞ്ഞത്? അത് പ്രൊഡക്റ്റീവാണ്, അത് ബെനിഫിറ്റ് നൽകുന്നതാണ്. കോഴി മുട്ടയ്ക്ക് അടയിരുന്നാൽ 21 ദിവസം കഴിയുമ്പോൾ കോഴി മുട്ട വിരിയും. താറാവ് മുട്ടയ്ക്ക് അടയിരുന്നാൽ 28 ദിവസം ആകുമ്പോൾ താറാവ് മുട്ട വിരിയും. പാമ്പ് മുട്ടയ്ക്ക് അടയിരുന്നാൽ 35 ദിവസമാകുമ്പോൾ പാമ്പ് മുട്ട വിരിയും. നിങ്ങൾക്കറിയാവോ, ലോകത്തുള്ള എല്ലാ ജീവികളുടെയും മുട്ട വിരിയുന്നത് 7 ദിവസം കൊണ്ടോ 7ന്റെ ഗുണിതങ്ങൾ കൊണ്ടോ. ചില ജീവികളുടെ മുട്ട 7 ദിവസം കൊണ്ട് വിരിയും, ചിലത് 14 ദിവസം കൊണ്ട്, ചിലത് കോഴിയുടെ 21, താറാവിന്റെ 28, എല്ലാം 7ന്റെ ഗുണിതങ്ങളാണ്. ഇനിയിപ്പോ യുക്തിവാദികൾ എന്നെ പിടിക്കാൻ വരുമായിരിക്കും. ഇപ്പൊ എന്നെ ചെയ്യാൻ അങ്ങനെയാ, അതെങ്ങനെയാ, അതൊക്കെ യാദൃശ്യമായിട്ട് സംഭവിച്ചോ ആയിരിക്കാം. അപ്പൊ 7ന് പ്രത്യേകത ഉണ്ടെന്ന് ബൈബിൾ പറയുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ ഇനി സംഖ്യാശാസ്ത്രം പറയുമ്പോൾ. അപ്പം എന്തുകൊണ്ട് ഈ കോഴിമുട്ട 21 ദിവസം കൊണ്ടും താറാമുട്ട 28 ദിവസം കൊണ്ടും പാമ്പ് മുട്ട 35 ദിവസം കൊണ്ടും വിരിയുന്നത്? അപ്പൊ ഈ പാമ്പ് മുട്ട എന്ന് പറയുന്നത് നാശകരമാണ്. അതാണ് ഉദാഹരണം. ഒരു വിശേഷം ഉണ്ടാകുന്നില്ല, ചൂട് കൊടുത്തോണ്ടിരിക്കുകയാണ്, പാമ്പും മുട്ടയ്ക്ക് അടയിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ പാമ്പും മുട്ടയുണ്ടോ എന്ന് പരിശോധിക്കണം. പാമ്പിൻ മുട്ട എന്ന് പറഞ്ഞാൽ മറ്റൊരാളോടുള്ള വെറുപ്പ്, മറ്റൊരാളോടുള്ള വിദ്വേഷം, നീരസം. അതുകൊണ്ടാണ് ഈ ക്രിസ്തു സൂക്തങ്ങളിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത് രമ്യപ്പെടുവീൻ, അനുരഞ്ജനപ്പെടുവീൻ, ക്ഷമിക്കുവീൻ, പൊറുക്കുവീൻ, മറക്കുവീൻ എന്നിങ്ങനെ തുടർച്ചയായി. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ ഒന്നാമത് ചെന്ന് അവനോട് നിരന്നുകൊള്ളണം, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കണം. ആ ഒരൊറ്റ ക്രിസ്തു സൂക്തം കൊണ്ട് കേരളത്തിലെ സുറിയാനിക്കാർ അർപ്പിക്കുന്ന എല്ലാ ബലികളും ഇൻവാലിഡാണ്. എങ്ങനെ ഇൻവാലിഡ് അല്ലാതെ? കാരണം പരസ്പരം പോരടിക്കുകയാണ്. പരസ്പരം പോരടിച്ചിട്ട് ബലിയർപ്പിച്ചാൽ കർത്താവ് സ്വീകരിക്കത്തില്ല. കാരണം ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഇത് കർത്താവ് പറഞ്ഞാണ്. അപ്പൊ നമുക്കൊരിക്കലും പകയും വെറുപ്പും വെച്ചോണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. സൂര്യൻ അസ്തമിക്കുവോളം നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്നാ ഒറിജിനൽ ഗ്രീക്കിൽ വായിച്ചാൽ നമ്മൾ അങ്ങനെയാ. നിന്റെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്ത്, ഡു നോട്ട് ലെറ്റ് ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യനെ നീ അനുവദിക്കരുത്. സൂര്യനെ നീ സ്റ്റോപ്പ് ചെയ്യണം. സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക്. യോശുവ പറഞ്ഞ
യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യോലോൻ താഴ്വരയിലും നിൽക്ക്. നമ്മൾ പറയും, യോശുവ സൂര്യനെ ചന്ദ്രൻ, നീയും സൂര്യനെ ചന്ദ്രനെ പിടിച്ചു കെട്ട് യോശുവയെ പോലെ. എങ്ങനെയാ? നിന്റെ കോപത്തിന്റെ മേൽ നിന്റെ സൂര്യനെ പിടിച്ചു കെട്ടണം. അതാണ് ഐ വിൽ നോട്ട് ലെറ്റ് സൺ സെറ്റ് ഓൺ മൈ ആങ്കർ. ഞാൻ എന്റെ ഈ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യും? രമ്യപ്പെടും, അനുരഞ്ജനപ്പെടും. അങ്ങനെയാണ് സൂര്യനെ പിടിച്ചു നിർത്തുന്നത്. ഒരു യോശുവായിട്ട് മാറാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. യോശുവ സൂര്യനെ സ്റ്റോപ്പ് ചെയ്തില്ലേ? അപ്പൊ ഇത് ഇങ്ങനെ നമ്മളോട് പറയുകയാണ്. കാരണം ഓരോ കോപവും ഓരോ പകയും ഓരോ പിണക്കവും ഓരോ മുട്ടയാണ്. ഈ മുട്ടയെ ഈ പഴയ കാലത്ത് അമ്മൂമ്മമാരെന്ന് പറഞ്ഞാൽ അവരാണ് ഈ കോഴിമുട്ടയൊക്കെ. എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുട്ട ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കൊണ്ട് വെച്ച് ഇങ്ങനെ ഈ പത്താഴത്തിന്റെ കീഴിലോട്ടൊക്കെ ഞങ്ങളുടെ വല്യമ്മച്ചി വെക്കും, ഉമ്മിക്കകത്തോട്ട് ഇങ്ങനെ തള്ളി വെക്കും. എന്നിട്ടിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ കൊതിക്കുട്ടന്മാരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ മുട്ട പൊരിച്ച് കിട്ടുമെന്നൊക്കെ ഓർത്താണ്. അപ്പൊ അത് അടവെക്കാനുള്ള മുട്ടയാണ്. ഭദ്രമായിട്ടിങ്ങനെ ഒരു കുലുക്കോ ഇല്ലാതെ ഇങ്ങനെ ഉണ്ട്. നമ്മളങ്ങനെയാണ്. നമുക്കൊരു പിണക്കം കിട്ടിക്കഴിഞ്ഞാൽ ആരോട് ഷെയർ ചെയ്യത്തില്ല, ഒന്നുമില്ല. കാരണം കുലുക്കം ഉണ്ടാകരുത്, ഉടയരുത്. കാരണം ഇത് വിരിച്ചെടുക്കാനുള്ളതല്ലേ. വളരെ ഭദ്രമായിട്ടിത് ഹൃദയത്തിനകത്തോട്ട് വെക്കുകയാണ്. അപ്പം നമ്മുടെ ഓരോ പിണക്കങ്ങളിലും മുട്ട സാത്താനുണ്ടല്ലോ, ആ കറുത്തിരുണ്ട ആ ചെതുമ്പലുകളുള്ള ശൽക്കങ്ങളുള്ള ആ അളിഞ്ഞ കൈ വെച്ച് ഈ മുട്ട നിന്റെ ഹൃദയത്തിലോട്ട് വെക്കുക. ഒരാളോട് നിനക്കൊരു പിണക്കം ഉണ്ടാകുമ്പോൾ നീ മനസ്സിലാക്കണം, ആ വൃത്തികെട്ട കരങ്ങൾ, ആ കറുത്ത നീണ്ട നഖങ്ങളുള്ള ആ ശൽക്കങ്ങളുള്ള ആ ഒരുമാതിരി വഴുവഴുത്ത ദ്രാവകം ആ ശൽക്കങ്ങൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ വൃത്തികെട്ട കരങ്ങളുമായി പിശാച് അവനൊരു മുട്ടയെടുത്ത് നിന്റെ ഹൃദയത്തിലോട്ട് വെക്കും. അപ്പൊ നമുക്ക് സമാധാനം. മുട്ട 1, മുട്ട 2, മുട്ട 3. കുഞ്ഞുനാളിലെ കിട്ടിയ മുട്ടയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതിന് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, ഒരാള് നമ്മളെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ അപ്പൻ വിളിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. സത്യത്തിൽ അവൻ ഒരു പ്രാവശ്യം വിളിച്ചു, ഒറ്റ പ്രാവശ്യം വിളിച്ചത്. നമ്മളത് ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാത്തതുകൊണ്ട് നമ്മളത് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മൾ അതിനെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്നാലും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വീഡിയോ പ്ലേ ചെയ്യും. ഇപ്പം നമുക്ക് ആദ്യം ആ തെറി കേട്ടപ്പോൾ ഉണ്ടായ അതേ ഫീലിങ്, അതേ അരിശം, അതേ കോപം, അതേ താപം എല്ലാം നമുക്കങ്ങുണ്ടാവും. വീണ്ടും പല കാര്യങ്ങളും ചെയ്യും. അപ്പം ഇതങ്ങ് അടിയിൽ ഇങ്ങനെ കനൽ മൂടി, ചാരം മൂടിയ കനൽ പോലെ ഇങ്ങനെ കിടക്കും. കുറേ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര നിരാശയാണ്, പേരറിയാത്ത വിഷാദം. ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്നോട് സംസാരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പാസ്റ്റർ എന്താണെന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കര വിഷാദമാണ്. റീസൺ എന്നാ? ജോലിയുണ്ടോ? ഉണ്ട്. ഭക്ഷണമുണ്ടോ? ഉണ്ട്. വസ്ത്രമുണ്ടോ? ഉണ്ട്. വീടുണ്ടോ? ഉണ്ട്. കാറുണ്ടോ? ഉണ്ട്. ഭാര്യയുണ്ടോ? ഉണ്ട്. മക്കളുണ്ടോ? ഉണ്ട്. എന്നതാ പ്രശ്നം? ക്ഷമിക്കാത്ത ബന്ധങ്ങൾ. അതാണ് നിന്റെ പ്രശ്നം. റിലേഷൻഷിപ്പിൽ ബ്രേക്കായിട്ട് പല റിലേഷൻഷിപ്പും ഉണ്ട്. അത് ഓരോന്നും ഓരോ മുട്ടയാണ്. ഈ മുട്ട നിന്റെ നെഞ്ചിനകത്തിരിക്കുന്നു. ഇതാ നിന്റെ പ്രശ്നം. അത് നീ മറന്നുപോയി. കാരണം ഇത് ചാരം മൂടിയ കനൽ പോലെ കിടക്കാണ്. അണ്ടർലൈയിങ് എഗ്സ് ആണ്. ഇതിങ്ങനെ ഇതിനടിയിൽ മുട്ട കിടപ്പുണ്ട്. മുട്ട, ഓരോ വെറുപ്പും ഓരോ മുട്ടയാണ്. അതിങ്ങനെ ഇരിക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയത്തില്ല. അപ്പൊ ചെറുപ്പത്തിൽ കിട്ടിയ കാര്യങ്ങൾ വരെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിപ്പുണ്ട്. ചെറുപ്പത്തിൽ കിട്ടിയ കാര്യം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് ഒരു കാര്യം ഷെയർ ചെയ്ത്, അയാൾ ഷെയർ ചെയ്തപ്പോൾ ഞാനും അങ്ങ് കരഞ്ഞു. ഞാൻ വല്ലാതെ കരഞ്ഞു പോയി. 1ാം ക്ലാസ്സിൽ വെച്ച് സംഭവിച്ചൊരു കാര്യമാണ്. 1ാം ക്ലാസ്സിൽ വെച്ച് മോഹഭംഗങ്ങൾ, കുഞ്ഞു മനസ്സിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ ഒരുപക്ഷെ മാതാപിതാക്കൾ ശ്രദ്ധിക്കത്തില്ല. കുഞ്ഞു മനസ്സിൽ അത് വലിയ മുറിവായിട്ട് കിടക്കും. അതൊക്കെ നമ്മുടെ ഹൃദയത്തിരിക്കുന്ന മുട്ടയാണ്, പകയാണ്. ചെറുപ്പത്തിൽ ഉപദ്രവിക്കപ്പെട്ടത്, ചൂഷണം ചെയ്യപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, ഒത്തിരി അനുഭവങ്ങൾ, മുറിവുകൾ, ഇതെല്ലാം ഓരോ മുട്ടയായിട്ട് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അതിന് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് അയാൾ ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ, അയാളത് മറന്നും കഴിയും. പക്ഷെ നമ്മൾ മറക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ആ ടേപ്പ് വീണ്ടും പ്ലേ ചെയ്യും. ഇതിനോടകം അയാൾ ആക്ച്വലി നിന്നെ തെറി വിളിച്ച ഒറ്റ പ്രാവശ്യമാണ്. പക്ഷെ നീ അത് ഇതിനോടകം 10,643 പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. നാളെ പ്ലേ ചെയ്യാനിരിക്കും. അപ്പൊ ഒരാള് നിന്നെ 10,000 പ്രാവശ്യം തെറി വിളിച്ചാൽ നിനക്കുണ്ടാകുന്ന മാനസിക ആഘാതം എത്രയാണെന്നറിയാവോ? എനിക്ക് എന്നെ ആരും ചീത്ത വിളിക്കുന്നൊന്നും ഇഷ്ടമില്ല, എന്നോട് വഴക്ക് പറയുന്ന ഇഷ്ടമില്ല, കയർക്കുന്ന ഇഷ്ടമില്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്യും, എങ്ങനെയും ഒഴിവാക്കും, കാരണം നിർത്താൻ പറയും. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടം? നമുക്ക് ഇഷ്ടമില്ല, കാരണം അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ നിങ്ങളെ ഒരു പ്രാവശ്യം ഒരാൾ സന്ദർഭവശാൽ ചീത്ത വിളിച്ചു എന്ന് വെക്കുക. ഒരു പക്ഷെ ഓഫീസിലെ ബോസ് ആയിരിക്കും, നിനക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. നിന്നെക്കാൾ ശക്തനായ ആളായിരിക്കും, അധികാരമുള്ള ആളായിരിക്കും, എന്തോ കാരണവശാൽ ചീത്ത വിളിച്ചു. നീ അയാളോട് ക്ഷമിക്കുന്നില്ലെങ്കിലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ടേപ്പ് നിന്റെ ഹൃദയത്തിൽ കയറി എന്നിട്ട് റീപ്ലേ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ റീപ്ലേ ചെയ്ത് ഇപ്പൊ 10,643 പ്രാവശ്യം പ്ലേ ചെയ്തു. അപ്പം നിന്റെ അകത്തെ മനുഷ്യന് കിട്ടിയിരിക്കുന്ന ആഘാതം എത്രയാണ്? 10,643 ഇരട്ടിയാണ്. അന്ന് ക്ഷമിച്ചിരുന്നേൽ അത് 0 നിന്നേനെ, അവിടെ കൊണ്ട് നിന്നേനെ. പക്ഷെ ക്ഷമിക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ റീപ്ലേ ചെയ്ത് അതപ്പൊ ഈ ഭിത്തിയാലിരിക്കുന്ന 8 ഒറ്റ ചാട്ടമാണ് ഇങ്ങോട്ട്. രണ്ടാമത്തെ പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചാടും, മൂന്നാമത്തെ പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചാടും, നാലാമത്തെ പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും. ഇതുണ്ടോ? ഇതാണ്. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ചിലന്തി വല നെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാ? ഹൃദയത്തിൽ. അപ്പൊ ഹൃദയം ഇരുട്ട് പിടിച്ചിരിക്കുകയാണ്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പൗലുസ്ലീഹ പറയാ റോമാലേഖനം 1, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ മുഴുവൻ ദുഃഖം, വിഷാദം, നിരാശ, സങ്കടം, എല്ലാ നെഗറ്റീവ് ഫീലിങ്സും ഉണ്ട്. 8 വലയും പാമ്പിന്റെ മുട്ടയും 2 എക്സാമ്പിളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ശരാശരി മനുഷ്യന്റെ ഹൃദയത്തിന്റെ പിക്ചർ. ശരാശരി മനുഷ്യന്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവം പാമ്പും മുട്ടയായിട്ട്, ചിലന്തി വലയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുക. ഇനി നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ഭാവന കാണണം. ഒരു പഴയ വീട്, ഒരു ചെറിയ കയ്യാലയുണ്ട്, അരപ്പൊക്കത്തിലുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ വെട്ടുകല്ലുകൊണ്ടുണ്ടാക്കിയ കയ്യാല. ആ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ചെറിയൊരു തോടുണ്ട്. ആ തോടിന് ചെറിയൊരു തെങ്ങുംതടി പാലമുണ്ട്. നമ്മൾ ആ പാലം ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറി ആ മുറ്റത്തോട്ട് കയറിയപ്പോൾ തന്നെ പൊന്തയും കാടും എല്ലാമാണ്. നമ്മൾ നടപ്പാതയൊക്കെ എന്നോ മറഞ്ഞുപോയി, കാരണം അവിടെ ആരും നടക്കുന്നില്ല. നമ്മൾ കാലുകൊണ്ട് തന്നെ വകഞ്ഞു മാറ്റി ചെറിയൊരു നടപ്പാത പോലെ ഉണ്ടാക്കി വീടിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പം നിറച്ച് കേട്ടൊരു പാമ്പ് എഴഞ്ഞങ്ങ് പോയതാണ്. നമ്മൾ വീടിന്റെ അടുത്തോട്ട് എന്ന് കഴിഞ്ഞാൽ പെട്ട 3-4 കടവാവലുകൾ പറന്നുപോയി. നമ്മൾ അകത്തോട്ട് എന്ന് വീടിന്റെ കഥക കറ ശബ്ദത്തോടെ തുറന്നു. നിങ്ങൾ നോക്ക്, കുറെ പൊടി നിങ്ങളുടെ മുഖത്തേക്ക് വീണു. നിങ്ങൾ ആ വീടിനകത്തേക്ക് കയറുകയാണ്. നിങ്ങൾ വീടിന്റെ നടുക്കത്തെ മുറിയിലോട്ട് കയറിയപ്പോൾ തന്നെ 2-3 പാമ്പ് ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ട്. കട്ടിലിനടിയിലും ഒക്കെ ആയിട്ട് പാമ്പും, മുകളിൽ നരിച്ചീറും, മാറാല്, ചിലന്തി വലയും ചിലന്തികളും. എങ്ങനെയുണ്ടാ വീട്? ഇതെന്നാ വീടാ? ആ വീടാണ് മനുഷ്യ ഹൃദയം. യെശയ്യാ പ്രവാചകൻ വരച്ച് കാണിക്കുകയാണ്. ചിലന്തി വല നെയ്യുന്ന, പാമ്പ് അടയിരിക്കുന്ന ഒരു ഭവനം. അങ്ങനെ ഒരു ഹൃദയമാണോ? ഇവിടെയാണ് ദൈവത്തിന്റെ ദൂതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാർട്ട് ഹീലിംഗ്, ഹൃദയത്തിന് സൗഖ്യം ഉണ്ടാകുക, ഹൃദയത്തെ സുഖപ്പെടുത്തുക. അപ്പൊ ഹൃദയം സൗഖ്യമാകണം. ഹൃദയം സൗഖ്യമാകാൻ വേണ്ടി ആദ്യത്തെ പടി ഇതാണ്, ക്ഷമിക്കാൻ നമ്മൾ ശീലിക്കുക. അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ ഈ ഹൃദയത്തിൽ നിന്ന് ഈ പാമ്പുകളെല്ലാം ഔട്ടാക്കുക.
ചിലന്തി വല, ചിലന്തി എല്ലാം ഔട്ടായി പോട്ടെ. ചിന്താ ജീവിതത്തിന്റെ മേൽ കൺട്രോൾ ഏറ്റെടുക്കുക, നിയന്ത്രണം ഏറ്റെടുക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഈ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, പക, വെറുപ്പ്, വിദ്വേഷം, നീരസം, ഇതൊക്കെയാണ്. രണ്ടാമത് തോട്ട്സ് ഓഫ് ലസ്റ്റ് ആണ്. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസക്തിയാണ്, ലൈംഗിക ആസക്തി. ഏതെങ്കിലും ഒരു സ്ത്രീയോട് തോന്നുന്ന അമിതമായ ആസക്തി ഒരു ഭ്രമമാണ്. അതിന് സ്ത്രീകളും ഉത്തരവാദികളായിട്ടുള്ളവർ പല കാരണങ്ങളാലാണ് ഇങ്ങനെയുള്ള ആസക്തി തോന്നുന്നത്. ഏതെങ്കിലും കഴിവോ അല്ലെങ്കിൽ സൗന്ദര്യമോ അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിൽ തോന്നുന്ന ആരാധന അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭവശാൽ ഒരു സ്ത്രീയോട് താല്പര്യം തോന്നുകയാണ്. ഈ തോന്നുന്ന താല്പര്യം ഒരിക്കലും നോർമലായിട്ട് വിട്ടുപോകത്തില്ല. ഒരു കാരണവശാലും വിട്ടുപോകത്തില്ല. അതിനോടകം ഈ ആള് വിവാഹിതനായാലും മറ്റ് സ്ത്രീകളോട് ബന്ധങ്ങളുണ്ടായാലും ഒന്നും ഇത് പറഞ്ഞു പോകത്തില്ല. ഇതകത്തിരിക്കും. എങ്ങനെയും ആ സ്ത്രീയെ പ്രാപിക്കണമെന്നുള്ള ചിന്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, അതൊരു മുട്ട ഇങ്ങനെ ഇരിക്കും. നമുക്കറിയാം, ദാവീദിന്റെ മക്കളിൽ തന്നെ മറ്റൊരുത്തിയോടൊരു താല്പര്യം തോന്നും. ഒരു മുട്ടയാണ്. അവിടെ വേറെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടോ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾക്കറിയാം തുടർന്ന് സംഭവിച്ച എന്താണെന്ന്. അവളെ ബലാത്സംഗം ചെയ്യേണ്ടി വന്നു. ഈ കൂടുതൽ ബലാത്സംഗങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെ പ്രീമെഡിറ്റേറ്റഡ് സിന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരിക്കലും പോസിറ്റീവ് അല്ല. എന്നോട് ഒത്തിരി ആളുകൾ ഈ കൗൺസിലിംഗിൽ വന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ തന്നെ എത്ര പേര് സ്വതന്ത്രരായി പോയെന്നറിയോ? ഞാൻ ചുമ്മാ കൂളായിട്ട് ചോദിക്കും, എന്തോ ആരെ നീ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അന്നേരം പറയും. എനിക്ക് നേരത്തെ ഉത്തരവൊന്നും അറിയത്തില്ല. അൺബിലീവബിൾ ആണ്. അതായത് 16 കൊല്ലവും മറ്റും ഒരു പെണ്ണിനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നുണ്ട്. 16 കൊല്ലം. 2 ആഴ്ച മുമ്പ് ഞാൻ അഴിച്ചുവിട്ട കേസാ. 16 കൊല്ലമായിട്ട് അവൻ ലാളിച്ചും സ്നേഹിച്ചും, പക്ഷെ അവന്റെ കയ്യിൽ ആ പെണ്ണിനെ കിട്ടിയാൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര സ്നേഹവും പ്രേമമാണ്. പക്ഷെ എനിക്കൊരുറപ്പുണ്ട്, എന്നോട് സംസാരിച്ച ആള് ഭക്തനാണ്, വിശ്വാസിയാണ്, ഇതൊക്കെയാണ്. എങ്കിലും എനിക്ക് 100% ഉറപ്പായിരുന്നു, ആ പുള്ളിയുടെ കൈപ്പാങ്ങിന് കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞേനെ എന്ന് പറഞ്ഞാൽ സ്നേഹമൊക്കെയാണ്. സ്നേഹത്തിൽ നിന്നും കൊലപാതകം ഉണ്ടാവും. വളരെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഒരു ട്രാക്കിലൂടെയാണ് മനുഷ്യഹൃദയം സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ലസ്റ്റ്, എന്നെ കേട്ടോണ്ടിരിക്കും, നിങ്ങൾക്ക് ആരോടെങ്കിലും അങ്ങനെ ഒരു ലസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരുപക്ഷെ ആരോടെങ്കിലും കാണും. ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ ഒരു മുട്ട മനസ്സിലുണ്ടോ? ഈ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും, ഞാൻ ഈ പെണ്ണെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ, സ്ത്രീകൾക്ക് തിരിച്ചും ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം മാർ അപ്രേമിന്റെ കഥ പറഞ്ഞിരുന്നല്ലോ. മാർ അപ്രേം ഒരു സന്യാസ ആശ്രമത്തിൽ താമസിക്കുമ്പം അദ്ദേഹത്തിന്റെ ഈ വളരെ അടുത്തടുത്ത് വീടുകളാണ്. ഇദ്ദേഹത്തിന്റെ മുറി വായു സഞ്ചാരമില്ല. ജനൽ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് വായു കയറ്റണം. അപ്പോൾ തന്റെ ജനൽ തുറന്നപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ജനലുമായിട്ട് കൂട്ടിയിടിച്ചു. അപ്പൊ അവിടുന്ന് ജനൽ തുറന്നു. അവിടെ ഒരു സുന്ദരിയായ യുവതിയാണ്. അവൾ ഈ അപ്രേമിനെ സാഗൂതം നോക്കി നിന്നു. വല്ലാതെ നോക്കുന്നുണ്ടോ. അപ്രേം പറഞ്ഞു, നീ എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കഥ കടച്ചിട്. ഞാൻ ഈ ജനൽ തുറന്ന് കുറച്ചു നേരം കാറ്റ് കയറലട്ടെ. ഞാൻ അടയ്ക്കുമ്പോൾ നീ തുറക്കുമ്പോൾ ഞാൻ അടച്ചോളാം. അപ്പൊ അവൾ പറഞ്ഞില്ല, താങ്കൾ തുറക്കുമ്പോൾ തന്നെ ഞാനും തുറക്കത്തുള്ളൂ. ഇദ്ദേഹം എപ്പോൾ തുറന്നാലും അവൾ അവിടുന്ന് ജനൽ തുറക്കും, എന്നിട്ട് ഇയാളെ നോക്കും. അപ്പൊ അപ്രേം ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട എന്താണെന്ന് താങ്കൾക്കറിയാം. എനിക്ക് താങ്കളോട് കൂടെ ശയിക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. അപ്രേം പറഞ്ഞൊരു കാര്യം ചെയ്യും, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മാർക്കറ്റിലേക്ക് വരാൻ പറഞ്ഞു. മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, ആളുകൾ കൂടുന്നത്. അതിന്റെ ചത്വരത്തിൽ നമുക്ക് ഒരുമിച്ച് ശയിക്കാം. അവൾ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ഭ്രാന്തുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഈ പട്ടാപ്പകല് മാർക്കറ്റിൽ അത്രയും ആളുള്ളിടത്ത് അവിടെ കിടന്നാണ് നമ്മൾ ഒരുമിച്ച് ശയിക്കുന്നത്. അപ്പൊ അപ്രേം പറഞ്ഞു, അതാണ് നിന്റെ പ്രശ്നം. ആളുകൾ കാണുന്നു എന്നുള്ളതാണ് നിന്റെ പ്രശ്നം. പക്ഷെ എന്റെ പ്രശ്നം ദൈവം കാണുന്നു എന്നുള്ളതാണ്. ഈ മുറിയിലോ ആ മുറിയിലോ ആരും കാണാതെ നമ്മൾ കഥ അടച്ചിട്ടാലും ദൈവം അവിടെ കാണുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് മാർക്കറ്റിലെ ചത്തുരത്തിൽ പരസ്യമായി പട്ടാപ്പകൽ ശയിക്കുന്നതും ഈ മുറിയുടെ സ്വകാര്യതയിൽ ശയിക്കുന്നതും ഒരുപോലെയാണ്. കാരണം ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഞാൻ പറഞ്ഞത് ആർക്ക് വേണേലും മോഹം ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു മോഹത്തിന്റെ മുട്ട ഇരിപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. അത് നമ്മളെ നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരു മോഹത്തിന്റെ മുട്ട ഹൃദയത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ എത്ര വർഷമായതുമാകാം, എത്ര വർഷമായത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമേറിയ ഒരു മുട്ട ഞാൻ എടുത്തു മാറ്റിയത് 41 വർഷം പഴക്കമുള്ളൊരു മുട്ടയാണ്. 41 വർഷം. ഒരു 10-65 വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ ഹൃദയത്തിലായിരുന്നു. ഞാൻ അപ്പച്ചനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അപ്പച്ചൻ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. ആ മുട്ട എടുത്തു മാറ്റിയപ്പം അപ്പച്ചൻ പൊട്ടിക്കരഞ്ഞു, വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചു. എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് എൻ്റെ കൈ പിരിഞ്ഞു പോകുന്നു ഞാൻ ഓർത്ത്. അതുപോലെ ഇറുക്കി പിടിച്ചു. പ്രാണം പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു. ഒരു സുഖമുള്ള ഓർമ്മ എന്നൊക്കെ വിചാരിച്ചാണ് ഇത് വെക്കുന്നത്. മനസ്സിലായോ? സുഖമുള്ള ഓർമ്മ, നൊമ്പരം എന്നൊക്കെ പറയും, കവികൾ വാഴ്ത്തും. നഷ്ടപ്രണയം, സുഖമുള്ള ഓർമ്മയും മണ്ണാങ്കട്ടയും തേങ്ങാക്കൊലയൊന്നും അല്ല, അത് പിശാച് വെച്ചിരിക്കുന്ന മുട്ടയാണ്. ആ മുട്ട നിന്നെ നശിപ്പിക്കും. അതൊരു അണലി മുട്ടയാണ്. ആ അണലി മുട്ടയ്ക്ക് അടയിരിക്കുന്ന പരിപാടി ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കണം. അവിടെ ചിലന്തി വല കെട്ടുന്നുണ്ടോ, അണലി മുട്ടയ്ക്ക് അടയിരിക്കുന്നുണ്ടോ? 2 കാര്യം നിന്റെ ഹൃദയത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. 2 കാര്യം നിന്റെ ഹൃദയത്തിൽ നടക്കുന്നുണ്ടോ? ഈ പകയും, ഈ ഹേട്രഡ്നെസ്, ആങ്കർ, പിന്നെ വിഷാദം, നഷ്ടബോധം, നമുക്കുണ്ടായ നഷ്ടങ്ങൾ ജീവിതത്തിൽ, ബിസിനസ് പങ്കാളി ചതിച്ചത്, നമുക്കുണ്ടായ നഷ്ടം, സാമ്പത്തിക നഷ്ടം, ഒരുപാട് നഷ്ടങ്ങളല്ലേ. ഈ ലോക്ക്ഡൌണിലൊക്കെ എന്ത് നഷ്ടം വന്നേ? മലയാള സിനിമയ്ക്ക് എത്ര കോടി നഷ്ടം വന്നു, ഹോട്ടൽ വ്യവസായത്തിന് എത്ര നഷ്ടം വന്നു, കപ്പൽ വ്യവസായത്തിന് എന്ത് സംഭവിക്കും? നേരമില്ല. നമുക്കൊക്കെ ഭയങ്കര തിരക്കാണ്. മരിച്ചാലോ? എൻ്റെ അടുത്ത് ചില ആളുകൾ പറയും ഭയങ്കര തിരക്കാണ്. ഓക്കെ, ഇന്ന് 3 മണിക്ക് നീ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചാൽ തിരക്കെല്ലാം പോയില്ലേ? അല്ലെ നിന്റെ ഹസ്ബൻഡ് മരിച്ചാൽ, നിന്റെ അപ്പം മരിച്ചാൽ ഭയങ്കര തിരക്കാണ്. എല്ലാ പരിപാടിയും ക്യാൻസൽ ആവും പെട്ടെന്ന്. കാണി നിന്റെ ആവശ്യങ്ങളും നിന്റെ ബഡ്ജറ്റും ഒരു പെട്ടിയിലേക്കും ഒരു വീഡിയോയിലേക്കും ഒക്കെ ഒതുങ്ങും. പരിമിതമായ ആവശ്യമാണ്. ഒരു മസാല ദോശയുടെ ആവശ്യമല്ലേ ഉള്ളൂ ഒരു മനുഷ്യന് ജീവിക്കാൻ. അതിൽ കൂടുതൽ എന്താണ് ആവശ്യം? നമ്മുടെ വലിയ വലിയ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നഷ്ടങ്ങൾ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമ്പത്തുക്കളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴെല്ലാം ഞാൻ കരയും. എനിക്ക് കരയാതെ അത് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി ആ വാക്യം വായി. കാരണം അതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഈ തിരുവെഴുത്ത് വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഞങ്ങളുടെ സൂം ആപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരുത്തം വന്ന് ഭയങ്കര തമാശയായിരുന്നു. അത് വേറൊരു ദിവസം ഞാൻ പറയാം എൻ്റെ കാര്യം. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായമാണ്. അവിടെ 35-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 32 മുതലേ വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളി. എപ്പോഴാണെന്നറിയാം? ആഫ്റ്റർ യു ഗോട്ട് എൻലൈറ്റൻഡ്. നിങ്ങൾക്ക് ആ എൻലൈറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ്, പ്രകാശനം കിട്ടിക്കഴിഞ്ഞ്. അപ്പൊ പ്രകാശനം കിട്ടിക്കഴിഞ്ഞ് മാത്രം, അതായത് 46 catharsis, 46 theosis, only after you pass that state of 46 സ്റ്റേറ്റ് നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാണ്. അതാണ് നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നിങ്ങളിൽ എത്ര പേർക്ക് അത് സാധിക്കും? നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ട സമ്പത്തുക്കൾ, കഴിഞ്ഞ നാളുകളിൽ പലതരത്തിൽ സമ്പത്തിന്റെ നഷ്ടം, മനസ്സിൽ മായാത്ത മുറിപ്പാടായിട്ട്, ചിലന്തിക്ക് വല കെട്ടാൻ, പാമ്പിന് മുട്ട വെക്കാനൊക്കെ കാര്യമായിട്ട്
ഈ സമയത്ത്, ഈ രാത്രിയിൽ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പം നിങ്ങളുടെ നഷ്ടങ്ങൾ 6 കോടി, 6.5 കോടി, 7 കോടി, 11 കോടി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ കോടുന്നില്ല. എന്നോട് പറഞ്ഞ കഥകളിൽ മാക്സിമം കിട്ടിയ 11 കോടിയാണ്. നമ്മുടെ റേറ്റ് അവിടെ വരെ ഉള്ളൂ. എന്താ പറഞ്ഞാൽ എൻ്റെ അല്ല, എൻ്റെ ശ്രോതാക്കളുടെ. ഇനി അതിൽ കൂടുതൽ നഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് എന്നോട് പറയണത് ഞാൻ കൂട്ടി പറയാം. 11 കോടി വരെ പോയ ആളുകൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എത്രയാ സമ്പത്തുകളുടെ അപഹാരം. സന്തോഷത്തോടെ സഹിച്ചാൽ നിങ്ങളുടെ ഹാർട്ട് ഹീലാവും. ആ മോഹത്തിന്റെ മുട്ട എടുത്തു മാറ്റാൻ, പകയുടെ ചിലന്തി വല നീക്കിക്കളയുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ക്ഷമിക്കാതെ, ഈ ദൈവത്തിന്റെ പുത്രനെ രാജാവായി ഹൃദയങ്ങളിൽ എഴുന്നള്ളിക്കാതെ ഇത് മാറത്തില്ല. ഞാൻ തിരുവഴുത്തിലേക്ക് നിങ്ങളെ വിളിക്കുക കേട്ടോ. അങ്ങോട്ട് യെശയ്യാ പ്രവചനത്തിലേക്ക് പോവാം. അവർ അണലിമട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ആ വാക്യം വായിക്കും, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അവർ അണലിമട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. ഉണ്ടോ? നിങ്ങൾ ഇത്ര നാൾ ഭാവന കണ്ടു, പകച്ചും പിണങ്ങിയും അവനെ കൊല്ലുവാനും ചതിക്കുവാനും കുഴിയിൽ വീഴ്ത്തുവാനും എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതൊന്നും നിങ്ങൾക്ക് വസ്ത്രത്തിന് കൊള്ളത്തില്ല, പുതയ്ക്കാൻ കൊള്ളത്തില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ, സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. നിരൂപണം എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് കൂട്ടുക എന്തെല്ലാമാണ്? നിങ്ങൾ മോഹിച്ച സ്ത്രീയെക്കുറിച്ച് എന്തെല്ലാം ഇമാജിനേഷൻ, വൈൽഡ് ഇമാജിനേഷൻസ്. നിങ്ങൾക്ക് പകയുള്ള വ്യക്തിയെ പറ്റി, ആ കുടുംബത്തെ പറ്റി, ആ ദേശം തന്നെ ബോംബിട്ട് കളയാനൊക്കെയാ പ്ലാൻ ചെയ്തത്. ബൈബിൾ പറയുകയാണ്, അന്യായ നിരൂപണങ്ങളാണ് നിങ്ങൾ നിരൂപിച്ചത്. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയുകയില്ല. പകയുടെയും വെറുപ്പിന്റെയും ആസക്തികളുടെയും മോഹത്തിന്റെയും അഭിനിവേശത്തിന്റെയും നഷ്ടപ്രണയത്തെ താലോലിക്കുന്ന മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഒരുത്തനും he will never know the peace. അവൻ ഒരിക്കലും ഈ സമാധാനം അറിയുവാൻ കഴിയുകയില്ല. ഈ സമാധാനം അറിയണമെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാകണം, തിരുത്തുവാൻ തയ്യാറാകണം. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്നു ദൂരമായിരിക്കുന്നു, നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നില്ല. ഞങ്ങൾ വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ തപ്പി നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ തപ്പി നടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്തെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ? എന്നോട് പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ്, ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്ന, എന്റെ പാസ്റ്ററെ, ഈ മിനിഞ്ഞാന്ന് ഫിലാഡൽഫിയ എന്നൊരു അമ്മാമ എന്നെ വിളിച്ചു. ഈ അമ്മാമ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എന്റെ പാസ്റ്ററെ, എനിക്കൊരു പ്രശ്നവും ഇല്ല പാസ്റ്ററെ, ഇഷ്ടംപോലെ പൈസ ബാങ്കിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര വിഷാദമാണ്. അപ്പൊ അതിനാണ് എന്നെ വിളിക്കുന്നത്. ഞാനെന്താ ചെയ്യാൻ? അപ്പം പേരറിയത്തില്ല. ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു, ഇന്ന് ഇപ്പൊ ഈ കാലാവസ്ഥ പോലെയാണ്. ആകാശം കാർമേഘാവൃതമായിരിക്കും, ഇടിയോടുകൂടി മഴയുണ്ടാവും, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചില ദിവസം വെയിലായിരിക്കും. നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണോ? ആണോ? മൂഡ് സ്വിങ് എന്നൊക്കെയാണ് പറയും. മൂഡ് സ്വിങ് എന്ന് പറയും. മൂഡേ സ്വിങ് ചെയ്യുക, ഊഞ്ഞാലാടുന്ന പോലെ. ഇപ്പൊ സന്തോഷം, വിഷാദം, കോപം, താപം, അരിശം, ദുഃഖം, മൂഡ് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. മൂഡ് സ്വിങ് ഉണ്ടാകും. എന്താ ഈ മൂഡ് സ്വിങ്ങിന്റെ കാരണം? ഹാർട്ട് ഹീലിംഗ് ഇല്ല, അതുകൊണ്ടാണ്. ഹൃദയം സൗഖ്യമല്ല, ഇങ്ങനെ ആടുക. മൂഡ് സ്വിങ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ ഇങ്ങനെ മാറ്റം വരുന്നേ?
11-ാം വാക്യം, യെശയ്യാ പ്രവചനം 59:11. ഞങ്ങൾ എല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. കണ്ടോ? ചില സമയത്ത് ഞങ്ങൾ പ്രാവുകളെ പോലെ കുറുകുക. എന്താ? സ്നേഹം, സമാധാനം, സന്തോഷം, സാന്ത്വനമൊക്കെ അനുഭവിച്ച് ഞങ്ങളുടെ ആത്മാക്കൾ മുലകുടി മാറിയ പൈതലിനെ പോലെ മാതാവിൻ്റെ അടുത്തിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ഓ, എന്തോ ഒരു ദൈവസ്നേഹം, എന്തോ ഒരു ദൈവകൃപ, ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ കരടികളെ പോലെ അലറുകയാണ്. അവിടെ പറയും ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു, അതേസമയം തന്നെ പ്രാവുകളെ പോലെ കുറുകുന്നു. മൂഡ് സ്വിംഗ് ഉണ്ടാകുകയാണ്. ചില സമയത്ത് കരടിയായി മാറുന്നു, ചില സമയത്ത് പ്രാവായി മാറുന്നു. സ്ഥിരമായിട്ട് പ്രാവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ദൈവപുത്രനെ നോക്ക്, ഹാർട്ട് കംപ്ലീറ്റ് ഹീലായ പേഴ്സൺ, ദ മാൻ ജീസസ് ക്രൈസ്റ്റ്. കരടിയെ പോലെ അലറേണ്ട സമയത്തും പ്രാവിനെ പോലെ കുറുകി. താടി രോമം പിച്ചിപ്പറിക്കുന്നവരുടെ മുമ്പിൽ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാട് നിൽക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? നിങ്ങൾ ഈ ആടിനെ പോയി, ചെമ്മരിയാടൊക്കെ ഉള്ളിടത്ത് പോയി നോക്കണം. ചെമ്മരിയാടിന് ഈ രോമം വളർന്ന് 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 കണ്ടമാനായി ഭയങ്കര വെയിറ്റാണ്, ഭയങ്കര അസ്വസ്ഥത അതിൻ്റെ ദേഹം മുഴുവൻ. അപ്പൊ ഈ രോമം മുറിക്കുന്ന അടിയന്തരമുണ്ട്. ഈ രോമം ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പം ഈ ആട് പോയി നിൽക്കുന്നത് ഭയങ്കര സുഖമായി ആടിനാണ്. ഈ രോമം മുറിച്ച് മാറ്റുമ്പോൾ വലിയൊരു വെയിറ്റ് മാറിപ്പോവാണ്. അപ്പൊ രോമം കുത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാട് നിൽക്കുന്ന ഭയങ്കര സന്തോഷത്തിലാണ്. ആ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാട് എങ്ങനെ നിൽക്കുന്നു അതുപോലെയാണ് താടി രോമം പിച്ചിപ്പറിക്കുകയും കന്നത്തടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ഈ കർത്താവ് നിൽക്കുന്നത്. പ്രാവെന്ന പോലെ നിഷ്കളങ്കനായി. നിഷ്കളങ്കനായി നിൽക്കുകയാണ്. അതാണ് പറയുന്നത്. ഹാർട്ട് ഹീലായിട്ടാണ് അവൻ നിൽക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരം. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ കുറുകുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. യെശയ്യാ പ്രവാചകൻ തുടർന്ന് അവിടെ ട്രീറ്റ്മെന്റ് പറയുകയാണ്. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല, രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുക. അവിടെ പറയുകയാണ്, നമ്മുടെ ഹാർട്ടിന്റെ ഹീലിങ്ങിനെ കുറിച്ച്. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം.
ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ. പൗലോസ് പറയാ, നിങ്ങൾ നോക്ക് 2 കൊരിന്ത്യർ 10-ാം 4-ാം വാക്യം. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ഇമാജിനേഷൻസ്, നിരൂപണങ്ങൾ. ഏതാ? മൊട്ട, 8 വന. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഏതു വിചാരത്തെയും എനി തോട്ട്, ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഈ സുഭാഷ് കുമാർ മണിയൻ പിന്നെയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുള്ളി എഴുതുന്നുണ്ട് വീണ്ടും ബൈബിൾ എന്നൊക്കെ. ഈ പാവം മണിയന്റെ വിചാരം, മണി എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പന്റെ പേരാ, സുഭാഷിന്റെ വിചാരം, പാവം സുഭാഷിന്റെ വിചാരം ബൈബിള് പെന്തക്കോസ്തുകാരുടെ വകയാണ്. എടാ പൊട്ട, ഇത് നിന്റെ ഒന്നും വകയല്ല. ബൈബിൾ ഇത് സുറിയാനി സഭയുടെ സ്വന്തമാണ്. തിരുവെഴുത്ത് ഏതോ സായി പഠിച്ചു മാറ്റി നിനക്ക് തന്നതാണ്. മോഷണ മുതലാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തിരുസഭയുടെ വകയാണ്. അതിനി മനസ്സിലാക്കുക. മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇത് സത്യസഭയുടെ വകയാണ്. മനസ്സിലായില്ലേ? ഇത് ഞങ്ങൾക്ക് ഒസ്യത്തവകാശം കിട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് നടക്കുന്ന. ഇപ്പൊ $2000 നോട്ടിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അറിയാവോ? മണിയൻ അറിയാവോ? സുഭാഷിന് അറിയാവോ? 2000 നോട്ടിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അതുപോലെയുള്ളൂ. ആ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന് ഫോട്ടോസ്റ്റാറ്റ് നോട്ടിന്റെ വിലയുള്ളൂ. കാരണം നീ ഒറിജിനൽ സഭയായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ വല്ല UP-യുടെ ഉൾഗ്രാമങ്ങളിലും സോഡാനാരങ്ങളും കുടിക്കാനൊക്കെ കൊടുക്കാം ഫോട്ടോസ്റ്റാറ്റ് നോട്ട്. അങ്ങനെയുള്ള വിവരമില്ലാത്ത കന്നുകാലികളുടെ ഇടയിൽ അതൊക്കെ പറഞ്ഞ് ചെലവഴിക്കാം. നോട്ട് തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ ഇതൊന്നും ചെലവാകത്തില്ല. അതുകൊണ്ട് സുഭാഷ് ഞങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞങ്ങൾ ഈ എല്ലാ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞു. ഏതൊരു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഞാനിങ്ങനെ പറയുന്നത് കേട്ടോണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സുഭാഷ് നമ്മുടെ സ്വന്തം ആളാണ്. സുഭാഷ് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടായി പറയുന്നത്, സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. സുഭാഷിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളും. അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സ് സൗഖ്യമാകാൻ വേണ്ടി നമ്മുടെ എല്ലാ വിചാരങ്ങളെയും പിടിച്ചടക്കി. അപ്പൊ അവിടെ നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കാണുന്നുണ്ട് അന്യായ നിരൂപണങ്ങൾ. അപ്പൊ നമ്മുടെ അൺഡിവൈഡഡ് കോൺസെൻട്രേഷൻ ക്രിസ്തുവിലേക്ക് മാറ്റുവാൻ എബ്രായ ലേഖനത്തിൽ പറയാം, ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. ഇനി എബ്രായ ലേഖനം 12 ഇപ്പൊ ആ ഭാഗമേ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നുള്ളൂ കേട്ടോ. വിശ്വാസത്തിന്റെ എബ്രായ ലേഖനം 12:2 സുഭാഷ് കുമാർ മണിയെ ശ്രദ്ധിച്ചോണം ഞങ്ങൾ പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പെന്തക്കോസ്തിലായിരുന്നപ്പോൾ നമ്മുടെ ഒരു ഫേവററ്റ് പ്രസംഗം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് 12:2. എന്നാൽ 12:1 എന്നാണെന്നറിയാമോ? എബ്രായ ലേഖനം 12:2 ഇതാണ്. എന്നാൽ എബ്രായ ലേഖനം 12:1 എന്നാണെന്നറിയാമോ? അത് തൊട്ടുപോലത്തെ വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. നമുക്ക് ചുറ്റും ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. ആരാണത്? അവിടെ പറയാണ്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദാവീദും യിഫ്താഹും ഏലിയാവും എലിഷായും ദാനിയേലും. പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മ, ദൈവപുത്രനെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും സഹദയന്മാരും ഏവൻഗലിസ്തന്മാരും മൗദ്യാനന്മാരും. ഓ, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. ആ നമുക്ക് ചുറ്റും ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ മനസ്സിലായോ? ഹാർട്ടിൽ മുറിവേറ്റ്, ഹൃദയത്തിൽ മുറിവേറ്റ്, കുഞ്ഞുനാൾ തൊട്ടുള്ള അപമാനവും നിന്ദയും തിരസ്കരണവും വേദനയും ചൂഷണവും പീഡനവും ഒക്കെ അനുഭവിച്ച ഒരുപാട് മുറിവുകൾ,
ഒരുപാട് തിരസ്കരണങ്ങൾ, ഒരുപാട് നഷ്ടബോധങ്ങൾ ഒക്കെയുള്ള നിങ്ങളുടെ ഹൃദയം, തപിച്ചിരിക്കുന്ന ഹൃദയം, ധാരാളം പാമ്പിൻ മുട്ടകളെ ശത്രുവായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിറയെ ചിലന്തി വലകൾ നെയ്യുവാൻ അനേക ചിലന്തികളെ കടത്തിവിട്ടിരിക്കുന്നു. ചിന്തകളാകുന്ന ചിലന്തികൾ നിങ്ങളുടെ ഹൃദയത്തിൽ വല കെട്ടിക്കൊണ്ടിരിക്കുന്നു. ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളാകുന്ന, പകയുടെ ചിന്തകളാകുന്ന, മോഹത്തിന്റെ ചിന്തകളാകുന്ന, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെയുള്ള മോഹത്തിന്റെ, തെറ്റായ വികാരങ്ങളുടെ, വിചാരങ്ങളുടെ, ഫാസിനേഷൻസിന്റെ ഒക്കെ മുട്ടകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് എബ്രാഹിം, നമുക്ക് ചുറ്റും there is a cloud of witnesses. അതുകൊണ്ടാണ് സുറിയാനി സഭ ആരാധിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പാടുന്നു, ഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ, ഞങ്ങൾക്കർഹത ഏകേണമേ. നിന്നെ ഏറ്റു പറഞ്ഞവരാം സഹദേന്മാർ, മൗദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേ. അപ്പൊ അവരുടെ കൂടെ അവർ നഷ്ടം സഹിച്ചവരും, കഷ്ടം സഹിച്ചവരും, മുറിവേറ്റവരും, ഉപദ്രവിക്കപ്പെട്ടവരും, ഉപേക്ഷിക്കപ്പെട്ടവരും, തിരസ്കരിക്കപ്പെട്ടവരും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ അവരെല്ലാം നിൽക്കുന്ന മുറിവുകളുമായി നിൽക്കുകയാണ്. ദൈവപുത്രൻ മാത്രമല്ല, ഒരുപാട് ഒരുപാട് മുറിവുകളും സങ്കടങ്ങളും കണ്ണുനീരുകളും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെ വലിയ ഭാണ്ഡങ്ങളും ഒക്കെ ആയിട്ട് ഈ സഹദേന്മാരും, ഈ മൗദ്യാനന്മാരും, ഈ ഏവൻഗലിസ്തന്മാരും, ഈ പരിശുദ്ധ അമ്മയും, ഈ അപ്പോസ്തലന്മാരും, ഈ പഴയ നിയമ വിശുദ്ധന്മാരും, പ്രവാചകന്മാരും എല്ലാം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എല്ലാം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹാർട്ട് ഹീൽ ചെയ്യുവാൻ, നിങ്ങളുടെ ഹൃദയം സൗഖ്യമാക്കുവാൻ. ആ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമ്മോടുകൂടെ ഉണ്ട്. ഹൃദയത്തിലൂടെ വാള് കടന്നുപോയി, പ്രാർത്ഥന കൂടെ ഉണ്ട്. മൃതമോടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടി നിൻ സ്തുതി പാടാൻ കർത്താവേ, ഞങ്ങൾക്കർഹതയേ കേണമേ. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടു കൂടി നിൻ സ്തുതി പാടാൻ കർത്താവേ, ഞങ്ങൾ. നമ്മുടെ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ്, ബ്രേക്ക് ദ എഗ് ആൻഡ് മേക്ക് ഓംലെറ്റ് എന്ന്. അപ്പൊ മുട്ട പൊട്ടിച്ച് ഓംലെറ്റ്, ഈ മുട്ട തിന്നാൽ അവൻ മരിക്കും. യെശയ്യാ പ്രവചനം 59:5. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. അപ്പൊ നമുക്ക് പറ്റത്തില്ല. അടുത്ത്, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അപ്പൊ ഈ മുട്ട എന്ത് ചെയ്യും? ഈ മുട്ട നമുക്ക് പൊട്ടിക്കാനും പറ്റത്തില്ല, തിന്നാനും പറ്റത്തില്ല. രണ്ട് ഓപ്ഷനും പറ്റത്തില്ല. എന്താണ് നമുക്ക് പറ്റുന്നത്? ഒരൊറ്റ കാര്യമേ പറ്റത്തുള്ളൂ. ഒരൊറ്റ കാര്യം, ദൈവപുത്രന്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം വീഴുക, നമ്മുടെ നെഞ്ചിനെ അവന്റെ പാദത്തോട് ചേർത്ത് വെക്കുക, കുമ്പിട്ട് ആരാധിക്കുക. സമാധാനത്തിന്റെ ദൈവമോ, റോമാലേഖനം 16:20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. സമാധാനത്തിന്റെ ദൈവം. Bring your sorrows, bring your resentments. നിങ്ങളുടെ മോഹഭംഗങ്ങളെയും നിരാശകളെയും വെറുപ്പിനെയും വിദ്വേഷത്തെയും
പകയെയും നീരസത്തെയും എല്ലാം കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അവന്റെ കോർട്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, നാമും നിൽപ്പുണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, എബ്രായലേഖനത്തിൽ ഇതേ വിഷയം ഒരുപാട് സ്ഥലത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിസ്താര കൊണ്ട് ഇത് നിങ്ങൾ നോക്കുക. എബ്രായലേഖന 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ശാപത്തിനടുത്തതും ആകുന്നു. അതുപോലെ വല്ല കയ്പുള്ള വേരും കിളുത്ത്, വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് അതിനാൽ നമ്മൾ എന്തായിത്തീരും? ഏശാവ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞു. ആ ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞ ഒരു ഊണിന് വേണ്ടി വിറ്റ് കളഞ്ഞതുപോലെ ഒരു അഭക്തനായി തീരാതിരിക്കുവാൻ. ഇപ്പം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പക, വെറുപ്പ്, വിദ്വേഷം, അനാവശ്യമായ മോഹങ്ങൾ, ജഡിക അഭിലാഷങ്ങൾ, നഷ്ടങ്ങളെക്കുറിച്ചുള്ള ദുഃഖം, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും, അത് യെശയ്യാ പ്രവാചകൻ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അത് അണലിമുട്ടയാണ്. ഇനി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പരിശോധിക്കുക. ഓരോരുത്തരും ഹൃദയങ്ങളെ പരിശോധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും മുട്ടയിരിപ്പുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എട്ടുകാലികൾ വല നെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചിലന്തി വല നെയ്യുന്ന എട്ടുകാലികളെ മാറ്റിക്കളയുക. ഈ മുട്ടകളെല്ലാം മാറ്റുക. ദൈവപുത്രന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അവസാനമായിട്ട് നിർമ്മതരായിരിക്കുക, സുബോധമുള്ളവരായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ രാജാവായി പൂജിക്കുക. നമ്മുടെ ഹൃദയം ദേവാലയമാണ്. കാരണം യു ആർ ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഹൃദയം ദേവാലയമായിട്ട്, ഹൃദയത്തിൽ ക്രിസ്തു രാജാവായിട്ട് വസിക്കട്ടെ. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു രാജാവായി വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു രാജാവായി വാഴട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. എല്ലാത്തരം മുട്ടകളും മാറിപ്പോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ. അവർ അണലിമുട്ടയ്ക്ക് അടയിരിക്കുന്നു. അവർ ചിലന്തി വല നെയ്യുന്നു. അവർ നെയ്തത് പുതപ്പാവുകയില്ല, അത് പുതയ്ക്കാൻ കൊള്ളുകയില്ല. അവരാൽ മഹത്വപ്പെടുന്നവനെ, വന്ദനമോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. കണ്ടോ, ലാസ്റ്റ് കമന്റ് വന്നുണ്ടോ? നമ്മുടെ എബ്രഹാം എം ജോൺ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്, അണലിക്ക് മുട്ടയില്ല, അണലി പ്രസവിക്കുകയുള്ളൂ എന്ന്. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവ സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോ കൈക്കൊള്ളുവോനെ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി.
പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. ഉപവസിക്കാൻ വിശക്കുന്നവനൊപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാൻ. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു. ആകൽ കറുസായേ